സർ. ചന്ദ്രഭാനു നമുക്ക് വേണ്ട കക്ഷി തന്നെയാണ്. ഇന്നോ നാളെയോ അവനെ പൊക്കാനിരുന്നതാണ് ഞാൻ. കൂടെയുള്ള മറ്റവനാരാണ്? ഒരു മരുന്ന് കമ്പനിക്കാരനാണ്, തങ്കപ്പൻ പിള്ള. ഡോക്ടർ അപർണയുടെ തൊട്ട അയൽവാസിയാണ്. എന്താ ഇവന്മാരുടെ കേസ്? ബാറിൽ വെള്ളമടിച്ച് അടിയുണ്ടാക്കി. അപർണയുടെ പേര് പറഞ്ഞായിരുന്നു അടി. ബാറിൽ നിന്ന് വിളിച്ച് പറഞ്ഞപ്പോ തൂക്കിയതാ. അപ്പൊ അപർണയെ വിഷം കുത്തി വെച്ച് കൊന്നത് താനാണല്ലേ? സാറേ, ഞാനത് വെള്ളപ്പുറത്ത് ചുമ്മാ വെച്ച് കീറിയതാ സാറേ. വെച്ച് കീറിയതാണെന്ന് പറഞ്ഞാൽ? ചുമ്മാ പറഞ്ഞാണെന്ന്. അതിന് വെച്ച് കീറിയതെന്നാണ് പറയുന്നത്. അധികം കൊളോക്കിയല് വേണ്ട. താൻ അപർണയെ കൊല്ലുമെന്ന് പറഞ്ഞെന്ന് വാസന്തിയും വാച്ച്മാനും മൊഴി തന്നിട്ടുണ്ടല്ലോ. കൊല്ലൂന്ന് പറഞ്ഞാൽ നേരാ സാറേ. അതിനുള്ള ചങ്കുറ്റം ഉണ്ടായിരുന്നേ കൊല്ലുകയും ചെയ്തേനെ. അത്രയ്ക്ക് ഗതികേടില്ല സാറേ. പക്ഷെ ഇപ്പൊ ആലോചിക്കുമ്പോ അവളുണ്ടായിരുന്നതാ നല്ലത്. ചീത്തയും തെറിയൊക്കെ ഉണ്ടാക്കി വല്ല നക്കാപ്പിച്ചെങ്കിലും മേടിക്കാമായിരുന്നു. തങ്കപ്പൻ പിള്ളയും താനുമായിട്ട് എന്താ പ്രശ്നം? അയാളല്ലേ അവളുടെ കൂട്ടിക്കൊടുപ്പുകാരൻ. കൊളോക്കിയല് വേണ്ട. സത്യം പറയുമ്പോ കൊളയക്കലാന്ന് പറയാതെ സാറേ. എന്നെ തല്ലിക്കൊല്ലാൻ ഒരു ഗുണ്ടയെ സെറ്റിൽമെന്റ് ചെയ്ത് കൊടുത്ത അയാളാ ഈ തങ്കപ്പൻ പിള്ള. അവനെ അയാൾ കൂടെ താമസിപ്പിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ഗുണ്ടയെ പറ്റി ആരും ഇതുവരെ പറഞ്ഞു കേട്ടില്ലല്ലോ. സത്യമാ സാറേ. പേര് കേട്ടാൽ തന്നെ മനസ്സിലാവും ആളൊരു ചട്ടമ്പിയാന്ന്. തൃപ്രയാർ മാധവൻ വലിയ ഗുണ്ടയാ. ഗുണ്ടയല്ലേ സാറേ, നാടകക്കാരനാ. കഥ നാടകീയമായി തിരിയുകയാണല്ലോ ബാലേന്ദ്ര. പുതിയ പുതിയ കഥാപാത്രങ്ങള്. മാധവൻ ആരാ? നടനാണോ? പാട്ടുകാരനാ, സംഗീത സംവിധാനം. പണിയില്ലാത്തപ്പോ പകരക്കാരനായിട്ട് അഭിനയിക്കാനും പോവും. മ്യൂസിക് ഡയറക്ടർ തൃപ്രയാർ മാധവൻ. ആ പേര് ഞാൻ എവിടെയോ കേട്ടിട്ടില്ല. അയാൾ എന്തിനാ നിങ്ങളുടെ വീട്ടിൽ താമസിച്ചത്? നാടക സീസൺ ആയതുകൊണ്ട് പാട്ട് റെക്കോർഡ് ചെയ്യാൻ വന്നതാ. മാധവനും ചന്ദ്രഭാനുവും തമ്മിൽ എന്താ പ്രശ്നം? ചന്ദ്രഭാനു ഇടയ്ക്കിടയ്ക്ക് അപർണയുടെ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. കഴിഞ്ഞോടെ വന്നപ്പോ മാധവൻ കയറി ഇടപെട്ടു. ഇടപെടാൻ അപർണ മാധവനോട് ആവശ്യപ്പെട്ടോ? ഇല്ല. താൻ ആവശ്യപ്പെട്ടോ? ഞാൻ ഒട്ടും ആവശ്യപ്പെട്ടിട്ടില്ല. അവിടെ വാച്ച്മാൻ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. പക്ഷെ മാധവൻ ഇടപെട്ടോണ്ടാ ഉദയഭാനു പോയത്. ചന്ദ്രഭാനു. എന്തിന് മാധവൻ ഇടപെടണം? പറയണം. അത് മാധവൻ അപർണ ഡോക്ടർ വലിയ ഇഷ്ടമായിരുന്നു. അവരുടെ മുമ്പിൽ നിന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി കയറി ഇടപെട്ടതാ. തനിക്ക് അപർണയെ ഇഷ്ടമായിരുന്നോ? എനിക്ക് എല്ലാവരും ഇഷ്ടം. സാറിനെ ഇഷ്ടം. എന്നെ കൊലയ്ക്ക് കൊടുക്കാനാണല്ലോ മാധവ നീ ഒളിച്ചോടിയത്. കണ്ടവനെ കണ്ടില്ലേ, കണ്ടവനെ പിടിക്കുക. അതിനാണല്ലോ പോലീസ്. അതിനല്ല പോലീസ്. മാധവൻ എന്നാ ഒളിച്ചോടിയത്? സാറ് ഡോക്ടറുടെ വീട്ടിൽ അന്വേഷണത്തിന് വന്ന അന്ന്. ഇതാര്? തങ്കപ്പൻ പിള്ള ചേട്ടനോ? എങ്ങനെ തപ്പിപ്പിടിച്ചു? തൃപ്രയാർ മാധവൻ. അതെ, മനസ്സിലായില്ല. ഞാൻ ജേക്കബ് ജോർജ്. ഇദ്ദേഹം പോലീസ് സൂപ്രണ്ടാണ് മാധവ. അപർണ എന്ന് വിളിച്ചത് ഒരു സ്ത്രീയാണ്. അതാരാണെന്ന് മാധവൻ അറിയാം. വേലക്കാരിയാണ് സാറേ, വാസന്തി. ചോദ്യം തന്നോടല്ല. അത് ആ ശബ്ദം കേൾക്കുന്നതിന് മുമ്പ് എന്റെ ബോധം പോയി. ഓഹോ, അപ്പൊ അതിനു മുമ്പ് ബോധം ഉണ്ടായിരുന്നോ? ചോദിച്ചത് കേട്ടില്ലടാ. നിനക്ക് ഏതെങ്കിലും കാലത്ത് ബോധം ഉണ്ടായിരുന്നോ? അതിരിക്കട്ടെ, നീ എന്തിനാ ഈ CD സൂക്ഷിച്ചു വെച്ചത്? ഇത് കാണിച്ച് ഏതെങ്കിലും കാലത്ത് അപർണയെ ബ്ലാക്ക്മെയിൽ ചെയ്യാം എന്ന് കരുതിയോ? ഇല്ല സർ, ഒരുപാട് പ്രാരാബ്ദങ്ങൾക്ക് ഉത്തരം പറയേണ്ട ഗതികെട്ട കലാകാരനാണ് ഞാൻ. മ്യൂസിക് BA റാങ്കോടെ പാസ്സായി. പക്ഷേ ഞാൻ ഒരിടത്തും ഒന്നും ആയില്ല. മനസ്സ് വല്ലാതെ മടുക്കുമ്പോൾ ഞാൻ ഇത്തരം തമാശകൾ ഇനിയും ചെയ്തു കൂട്ടിയെന്ന് വരും. ഇനി അങ്ങനെ ഉണ്ടാവരുത്. ഇതൊരു താക്കീത്. എന്നെ സംബന്ധിച്ച് ഈ CD അതിനാ. ഇതിന്റെ വൈരാഗ്യത്തിന് ഒരാളെ കൊല്ലാൻ അത്രയ്ക്കൊന്നും ഞാനില്ല സർ. ഇവന്മാരെ ആ മുറി കൊണ്ടുപോയിരുന്നത്. സർ, സർ
മാധവന്റെ ആ സെന്റിമെന്റ്സ് അത്ര വിശ്വസനീയമല്ല സർ. വിളവനാണ്. എന്ത് വിളവ്? പമ്പര വിഡ്ഢി. സർ, ഇതൊരു ആത്മഹത്യയാണോ? വൈ ഡു യു തിങ്ക് സോ? അല്ല സർ, അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലും കൊലപാതകത്തിന് തെളിവില്ല. അങ്ങനെ നോക്കുമ്പോൾ ആത്മഹത്യക്കും തെളിവില്ല. ആത്മഹത്യക്ക് തെളിവുണ്ടല്ലോ. അപർണയുടെ മുറിയിൽ നിന്ന് കിട്ടിയ സിറിഞ്ചിൽ അവരുടെ തന്നെ വിരൽപ്പാടല്ലേ ഉള്ളേ? അതൊരു ഡിപ്പെൻഡബിൾ എവിഡൻസ് അല്ല. ആത്മഹത്യയാണെങ്കിൽ അഡ്രിനാലിന്റെ ഒഴിഞ്ഞ ആംബ്യൂൾ മുറിയിലോ പരിസരത്തോ കാണേണ്ടതല്ലേ? അങ്ങനെയൊന്നും കണ്ടെടുത്തിട്ടില്ല. പെത്തഡിന്റെ ഒഴിഞ്ഞ ആംബ്യൂൾസ് കിട്ടുകയും ചെയ്തു. അഡ്രിനാലിന്റെ കുപ്പി അപർണ തന്നെ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞതാണെങ്കിലോ? നോ ചാൻസ്. ക്യുക്ക് ആക്ടിംഗ് ഡ്രഗ് ആണത്. കുത്തിവെച്ച് 1 മിനിറ്റിനകം ആള് മരിച്ചു. അല്ലാതെ ഓട്ടോറിക്ഷ എടുത്തു പോയി കുപ്പി കളയാനൊന്നും സമയം കിട്ടിയിട്ടില്ല. എങ്കിൽ പിന്നെ ഒരു ചാൻസേ ഉള്ളൂ, സ്വാഭാവിക മരണം. ആഡ്രിനലിൻ മനുഷ്യ ശരീരത്തിലെ ഒരു ഹോർമോണാ. ഏതോ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് അപർണയുടെ ശരീരത്തില് അത് കുറച്ചങ്ങ് ഷൂട്ടപ്പ് ചെയ്തു. മനുഷ്യരിലെ ഹോർമോൺ പ്രൊഡക്ഷൻ എത്ര അബ്നോർമൽ ആയെന്ന് പറഞ്ഞാലും നിന്ന നിലയിൽ ആള് തട്ടിപ്പോകുന്ന ലെവലിൽ ഷൂട്ടപ്പ് ആവില്ല. അല്ല, അപർണയുടെ കാര്യത്തില് അപർണ ഒരു മനുഷ്യ സ്ത്രീ ആയിരുന്നു, അല്ലാതെ നിന്റെ സുവോളജി ലാബിലെ തവളയല്ല. അപർണയുടെ മരണം അതൊരു കൊലപാതകം തന്നെയായിരുന്നു. പക്ഷേ അതൊരു ആത്മഹത്യയുമാണ്. സർ, ടങ് സ്ലിപ്പ് അല്ല ബാലേന്ദ്ര, ഐ മീൻ ഇറ്റ്. അപർണയെ ആരോ കൊന്നതാണ്. ബട്ട് ഇറ്റ് വാസ് എ സൂയിസൈഡ്. ഇപ്പൊ എന്നെ നോക്കിയിട്ട് എന്ത് കാര്യം? ഇതൊക്കെ അപ്പച്ചൻ അമ്മച്ച പെണ്ണ് കാണാൻ ഒരു ബാലിക്കണായിരുന്നു. പോടാ ചാക്കോച്ചാ, ഞാൻ അലവര വെച്ചിരുന്ന ബ്രാൻഡ് എടുത്തു കുടിച്ചായിരുന്നോ? ഒരു എവിഡൻസ്, ഒരേ ഒരു എവിഡൻസ്. ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ഇവിടെയാണ്. ബാലൻ സർ, അപർണയുടെ മുറിയിൽ നിന്ന് കിട്ടിയ ഉപയോഗിക്കാത്ത പെതഡിൻ ആംബ്യൂൾസ് നമ്മുടെ കയ്യിലുണ്ട് ഇല്ലേ? ഉവ്വ് സർ, 7 എണ്ണം. ഉപയോഗിച്ചു കഴിഞ്ഞ 3 ആംബ്യൂൾസ് വേസ്റ്റ് ബാസ്കറ്റിൽ നിന്ന് കിട്ടിയത്? യെസ് സർ, ഒരു സിറിഞ്ചും കിട്ടിയിരുന്നു. ഞാനത് വേസ്റ്റ് ബാസ്കറ്റിൽ നിന്ന് എടുത്തത്. അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലോ? അത് ഉവ്വ് സർ, സ്റ്റേഷനിലെ സ്റ്റോർ റൂമിലുണ്ട്. ഷുവർ? യെസ് സർ, ഐ എം ഷുവർ. താങ്ക് ഗോഡ്. ഇസ്മായിൽ, സർ, എത്രയും പെട്ടെന്ന് നമുക്ക് തിരുവനന്തപുരത്ത് എത്തണം. സർ.